കോഴിക്കോട് നിന്നും മറ്റൊരു കേസുണ്ട്. കോഴിക്കോട് വളയത്താണ് അങ്കണവാടി അധ്യാപികയ്ക്ക് ജോലിക്കിടെ സൂര്യാതപമേറ്റത്. വലത് കൈയിൽ പൊള്ളലേറ്റ അധ്യാപിക അനില ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. കഠിനമായ ക്ഷീണവും ദേഹമാസകലം നീറ്റലും അനുഭവപ്പെട്ടതായി അധ്യാപിക പറഞ്ഞു. രാവിലെ അംഗൻവാടി പോയരോ ഭയങ്കര ക്ഷീണവും ഛർദ്ദിക്കാൻ വരുന്നു. കാലും കൈയെല്ലാം ഭയങ്കര എന്നാ പറയണ്ടേ പ്രഷർ കുറയും പോലെ തോന്നുന്നു. അങ്ങനെ ഞാൻ കൈയിൻ്റെ മുകളിൽ നോക്കുമ്പം കൈയിൻ്റെ മുകളിൽ ഒരു പുകച്ചൽ പോലെ അങ്ങനെ വട്ടത്തിൽ ഇത് വന്ന് അതിൻ്റെ മുകളിൽ പൊക്കിള വന്ന് നേരെ ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പറഞ്ഞു ഇത് സൂര്യാഘാതമേറ്റതാ. കൂടുതൽ കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർ എന്താണ് ഇത് രണ്ടും ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അതിന്റെ ലക്ഷണങ്ങൾ ഈ രീതിയിലാണ്. സൂര്യാതപമാണെങ്കിൽ അത് സൂര്യാതപം എന്നത് സൂര്യാഘാതത്തെക്കാൾ കാഠിന്യം കുറഞ്ഞൊരവസ്ഥയാണ്. അതിൽ അമിതമായ വിയർപ്പുണ്ടാവും, വിളർച്ചയുണ്ടാവും, പേശിവലിവുണ്ടാവും, ശക്തമായ ക്ഷീണമുണ്ടാവും, തലകറക്കം അനുഭവപ്പെടും, തലവേദന ഉണ്ടാകും, ഓക്കാനവും ഛർദിയൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ പ്രതികരണത്തിൽ കണ്ടതുപോലെ ഉണ്ടാകും, ബോധം കെട്ട് വീണേക്കാം. ഇതൊക്കെയാണ് സൂര്യാതപത്തിന്റെ ലക്ഷണങ്ങൾ. അതേസമയം സൂര്യാഘാതം അത്രമേൽ കുറച്ചുകൂടി ഗൗരവമേറിയ സാഹചര്യമാണ്. അവിടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഉയരും, ചർമ്മം വരണ്ടുപോകും, ശ്വസന പ്രക്രിയ സാവധാനമാകുന്ന രീതിയിലേക്ക് പോകും, മാനസിക പിരിമുറുക്കം നമുക്ക് അനുഭവപ്പെടാം, തലവേദന ഉണ്ടാകും, ഒപ്പം കൃഷ്ണമണി വികസിക്കൽ, ക്ഷീണം, ഈ ചുഴലി രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം, ബോധക്ഷയം ഉണ്ടാകാം. ഇതൊക്കെയാണ് സൂര്യാഘാത ലക്ഷണങ്ങളായി പറയുന്നത്. എന്തായാലും ചൂട് കൂടുതലുള്ള സമയത്ത് ഈ പറയുന്ന പോലെ 10 മണിക്കും 4 മണിക്കും ഇടയിൽ അത് പുറത്തേക്ക് ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. പ്രത്യേകിച്ചും കുട്ടികളും പ്രായമായവരും ഇത് അതേ രീതിയിൽ തന്നെ ജാഗ്രതയോടുകൂടി തന്നെ കഴിയേണ്ട സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.